ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി നെയ്മീൻ കറി ആയാലോ. അതും കുടംപുളി ഇട്ട് വെച്ച് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ മീൻ കറിയുടെ. നിങ്ങൾക്ക് ആർക്കില്ല ഇങ്ങനെയുള്ള മീൻ കറികൾ ഇഷ്ടമാണെന്ന് പറയണേ. കുടംപുളി ഇട്ടൊക്കെ വെച്ചിട്ടുള്ള മീൻ കറികൾ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന വിധം നോക്കിയാലോ. അപ്പോൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്തതിന് ശേഷം ഉലുവയിട്ട് പൊട്ടിച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി മൂപ്പിക്കാം നമുക്ക് കേട്ടോ. നന്നായി മൂത്ത് വന്നതിന് ശേഷം അതൊരു ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. രണ്ടാം പാലൊഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. മീനും ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വെന്ത് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ടുള്ളൂ കേട്ടോ. ഇനി ഈ സമയത്താണ് ഞാൻ കുടംപുളി ഇതിലേക്ക് ഇട്ടിട്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് വഴറ്റി വരുന്ന സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റുന്ന സമയത്തും കുടംപുളി ഇടുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കുടംപുളി ആയതുകൊണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ കുടംപുളി ഇട്ടത് കേട്ടോ. ഇതാ കുടംപുളി നോക്കൂ, കുടംപുളി നിങ്ങൾക്ക് കാണിച്ചതാ. കുടംപുളി ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. കുടംപുളി ഇട്ടിട്ടാണ് കാണിച്ചത്. എന്താണ് ഇതൊക്കെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വന്നിരിക്കുന്നതോ. ഈ സമയത്ത് നമുക്കിനി തവിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റി വയ്ക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ചുറ്റി കൊടുത്താൽ മതി. ഇനി ഒന്നാം പാലൊഴിച്ച് നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കണം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാം പാലൊഴിച്ച് കഴിഞ്ഞാൽ നേരെ സ്റ്റൗ ഓഫ് ചെയ്യാം. അത് തിളയ്ക്കാനൊന്നും ഇത് അടുപ്പിൻ്റെ ചൂടിലിരുന്നിട്ട് തന്നെ അതിൽ തിള വരണം നോക്ക്. അത്രയും ചട്ടിയിലാവുമ്പോൾ ആ ചൂട് നന്നായിട്ട് നിൽക്കുവേ. അപ്പോൾ അതാണ് ഇങ്ങനെ തിളച്ച് വരുന്നത്. ഇനി നമുക്കൊരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.